വിലക്കയറ്റം രൂക്ഷമെന്നല്ലാതെ എന്തെങ്കിലും വിലക്കുറവെന്നൊരു വാക്ക് ഇന്ത്യൻ വിപണിയിൽ അടുത്തിടെയൊന്നും കേട്ടിട്ടേയില്ല. എന്നാൽ GST കാരണം അതിനും ഒരു മാറ്റം വരികയാണ്. രാജ്യത്തെ ഉപഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിലപ്പെട്ട ഒരു സമ്മാനമായി മാറും. ജനത്തിന് കോളടിക്കും ഈ GSTയിലെ പുതിയ നിരക്കുകൾ സെപ്റ്റംബർ 22 മുതൽ. സെപ്റ്റംബർ 22 മുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് കൃത്യമായ വില കുറയുമെന്ന് ചുരുക്കം. ഇത്തരമൊരു പ്രഖ്യാപനവുമായി പ്രമുഖ FMCG കമ്പനികൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തി കഴിഞ്ഞു. അവരുടെ പ്രഖ്യാപനമല്ല, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അവർ അതനുസരിച്ച് പാലിക്കുകയായിരുന്നു. 22 മുതൽ FMCG കമ്പനികൾ തങ്ങളുടെ സാധനങ്ങളുടെ വില കുറച്ചിരിക്കും. മദർ ഡയറി, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഡാബർ തുടങ്ങിയ പ്രമുഖ കമ്പനികളെല്ലാം തന്നെ ഉൽപ്പന്നങ്ങളുടെ പുതുക്കിയ വില പ്രഖ്യാപിച്ചു. ചില കമ്പനികളാട്ടെ നിലവിലെ വില നിരക്ക് തുടരും, പക്ഷേ ആ ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടും. GST ഇളവിന്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് കൈമാറുമ്പോൾ നെയ്യ്, വെണ്ണ, പാലുൽപ്പന്നങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ, ഐസ്ക്രീം, സോപ്പ്, ഷാംപൂ തുടങ്ങി 60-ലധികം നിത്യോപയോഗ ഉൽപ്പന്നങ്ങളുടെ വില കുറയാനാണ് സാധ്യത. പല ഉൽപ്പന്നങ്ങളുടെയും GST 12-ൽ നിന്നും 5%, 28-ൽ നിന്നും 18 വരെയായും കുറയും. GST കുറച്ച ശേഷം ഉൽപ്പന്നങ്ങളുടെ പുതുക്കിയ വില നിലവാരം കൃത്യമായി അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാർ കമ്പനികൾക്ക് കടുത്ത നിർദ്ദേശം നൽകിയിരുന്നു. വിലയിൽ കൃത്രിമത കാണിക്കാതിരിക്കാൻ ഓരോ മാസവും 54 ഉൽപ്പന്നങ്ങളുടെ വില വിവര പട്ടിക കേന്ദ്രത്തിന് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വെണ്ണ, തെർമോമീറ്റർ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ GST പരിഷ്കരണത്തിന് ശേഷമുള്ള വിശദമായ വില പട്ടിക കമ്പനികൾ കേന്ദ്രത്തിന് സമർപ്പിച്ച ശേഷം മാത്രമേ വിപണിയിലേക്ക് ഇറക്കാവൂ. അടുത്ത 6 മാസത്തേക്ക് എല്ലാ 20-ാം തീയതിയും വില വിവരങ്ങൾ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് ആൻഡ് എക്സൈസിന് ഈ കമ്പനികൾ കൈമാറണം. വില കുറയുന്തോറും ഉപഭോഗം കൂടുമെന്നൊരു തത്വം കൂടി ഇതിന് പിന്നിലുണ്ട്. വില നിശ്ചയിക്കുന്നതിലും നികുതി ഈടാക്കുന്നതിലും സുതാര്യതയും സ്ഥിരതയും ഉറപ്പുവരുത്തുക എന്നാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. എന്തായാലും ജനത്തിന് കോളടിക്കാൻ പോവുകയാണ്. നിത്യോപയോഗ സാധനങ്ങളിൽ ഒരു പരിധിവരെ GST നൽകുന്നതിനെല്ലാം വില കുറയുമെന്ന വ്യക്തമായൊരു പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സെപ്റ്റംബർ 22 മുതൽ ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച